നിങ്ങൾ കാറുകൾ സ്വന്തമായി ഓടിക്കാൻ പഠിച്ചവരാണോ? അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? കാറുകളായാലും ഹെവി വാഹനങ്ങളായാലും എല്ലാ വാഹനങ്ങൾക്കും ഇത്തരം ഒരു ഗിയർ ലിവർ ഉള്ളതായിരിക്കും. കാറുകൾക്കാണെങ്കിൽ ഈ കാണുന്നത് പോലെ ഒരു ഗിയർ ലിവറുണ്ട്. ആ ഗിയർ ലിവർ എപ്പോഴും നമ്മൾ പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ആക്കുകയും വാഹനം ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഗിയർ പിടിച്ച് ന്യൂട്രൽ പൊസിഷനിൽ എത്തിക്കുകയും താക്കോൽ പിടിച്ച് സ്റ്റാർട്ടാക്കുകയും ചെയ്യുന്നു. ഗിയറുകളിൽ കൈവയ്ക്കുമ്പോൾ ഇങ്ങനെ കമഴ്ത്തി മാത്രം വയ്ക്കുക. വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഗിയർ ലിവറിലേക്ക് നോക്കരുത്. നമ്മൾ ദൂരേക്ക് നോക്കിക്കൊണ്ട് വേണം ഗിയർ ലിവറുകൾ പിടിക്കാനും ഗിയർ ചേഞ്ച് ചെയ്യാനും. ഗിയറിൽ നമ്മൾ നോക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ബാലൻസ് പോവുകയും വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഈ ഗിയർ ലിവർ നോക്കിയാൽ മനസ്സിലാവും. ആ സെൻട്രലിലുള്ള ഇങ്ങേയറ്റം അങ്ങേയറ്റം ഇങ്ങനെ പോകുന്നതാണ് ന്യൂട്രൽ പൊസിഷൻ. ആ ന്യൂട്രൽ പൊസിഷനിൽ ഇട്ടിട്ടാണ് നമ്മൾ താക്കോൽ പിടിച്ച് സ്റ്റാർട്ടാക്കുന്നത്. സ്റ്റാർട്ടാക്കിയതിന് ശേഷം നമുക്ക് പോകണമെങ്കിൽ നമ്മൾ അങ്ങേയറ്റം ചേർത്ത് മുന്നോട്ട് ഇട്ടാൽ ഫസ്റ്റ് ഗിയറും, അങ്ങേയറ്റം ചേർത്ത് തന്നെ പുറമോട്ട് ഇട്ടാൽ രണ്ടാമത്തെ ഗിയറും, അല്പം മുന്നോട്ട് വന്ന് സകലം ഇങ്ങോട്ട് മാറ്റി മുന്നോട്ടിട്ടാൽ തേർഡ് ഗിയറും, നേരെ പുറമോട്ട് ഫോർത്ത് ഗിയറും ആവുന്നു. ന്യൂട്രൽ പൊസിഷനിൽ കൊണ്ടുവന്ന് നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് ഡ്രൈവർ സീറ്റിനടുത്തേക്ക് ചേർത്ത് പുറകോട്ടിട്ടാൽ റിവേഴ്സ് ഗിയറും, അതേപോലെ തന്നെ ചരിച്ച് മുന്നോട്ട് പോയാൽ അഞ്ചാമത്തെ ഗിയറും അവിടെയുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, റിവേഴ്സ്, ഫിഫ്ത്ത് ഈ ഗിയറുകളാണ്. അപ്പോൾ ഗിയറുകളുടെ പൊസിഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ന്യൂട്രൽ ഒരിക്കൽ കൂടി കാണിക്കാം. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, റിവേഴ്സ് 5 ഉണ്ടെങ്കിൽ ഇങ്ങനെ ന്യൂട്രൽ പൊസിഷനിൽ വെച്ചതിന് ശേഷം ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ടാണ് നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കേണ്ടത്. ബ്രേക്കിൽ കാല് വയ്ക്കുന്നത് ഒരു പക്ഷേ ന്യൂട്രൽ പൊസിഷനിലായില്ലെങ്കിൽ വാഹനം ജമ്പ് ചെയ്ത് പോകാതിരിക്കാനാണ്. ബ്രേക്കിലാണ് കാലിരിക്കുന്നതെങ്കിൽ നമ്മൾ സ്വാഭാവികമായും ബ്രേക്കിൽ അമുക്കുകയും വാഹനം അപകടം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. കൃത്യമായി നിങ്ങൾ ന്യൂട്രൽ പൊസിഷനിലാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ടാക്കാവൂ. സ്റ്റാർട്ടാക്കുന്ന സമയത്ത് വലതുകാൽ ബ്രേക്കിൽ വയ്ക്കണം. ഓർമ്മിക്കുക, ശ്രദ്ധിക്കുക, അപകടമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക.